26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് 537 പാകിസ്ഥാൻ പൗരർ ഇന്ത്യ വിട്ടു. ഏപ്രിൽ 24 മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിലാണ് അട്ടാരി വാഗ അതിർത്തി വഴി ഇത്രയും പാക് പൗരന്മാർ ഇന്ത്യ വിട്ടത്. കൂടാതെ ഹ്രസ്വകാല വിസയുള്ളവർക്ക് നാട് വിടാനുള്ള കാലാവധി അവസാനിച്ചു. ഈ കാലയളവിൽ 850 ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയെന്ന് അട്ടാരി അതിർത്തിയിലെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ അരുൺ പാൽ വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. ഇന്നലെ മാത്രം 237 പാകിസ്ഥാനികളാണ് അതിർത്തി വിട്ടതെന്നും 116 പേർ ഇന്ത്യയിലെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ പാസ്പോർട്ട് ഉടമസ്ഥർക്ക് ഏപ്രിൽ 29 വരെ അതിർത്തി കടക്കാൻ സമയമുണ്ടെന്നും തിരിച്ചും അങ്ങനെയാണെന്നും പാൽ പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാന് പിന്തുണ അറിയിച്ച് ചൈന രംഗത്തെത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പ്രതികരിച്ചു. ഇന്ത്യ പാക് സ്ഥിതിഗതികൾ സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ധാറുമായി ഫോണിൽ സംസാരിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാന് പഹൽഗാം ഭീകരാക്രമണവുമായി ഒരു ബന്ധവുമില്ല, ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ മാത്രമാണത്. തീവ്രവാദത്തിന്റെ ഇരയായി പാകിസ്ഥാൻ മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.